പ്രിയപ്പെട്ട കുട്ടികളെ, ബോട്ടണിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. വാട്ട് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് formation of the male and female gametes either by the same individual or by different individuals of the opposite sex. These gametes fuse to form the zygote, which develops to form the new organism. Because of the fusion of male and female gametes, sexual reproduction results in offspring that are not identical to the parents or among themselves. അതായത് ആൺ പെൺ ബീജകോശങ്ങൾ തമ്മിൽ സംയോജിച്ച് ഓസ്പ്രിങ്സ് ഉണ്ടാകുന്ന തരത്തിലുള്ള റീപ്രൊഡക്ഷനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഗ്യാമേറ്റ്സ് ഫ്യൂസ് ടുഗദർ ടു ഫോം സൈഗോട്ട്. വ്യത്യസ്ത ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന ഓസ്പ്രിങ്സ് ആയതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പേരൻസിനോടോ അല്ലെങ്കിൽ ഈ ഓസ്പ്രിങ്സ് തമ്മിലോ സാമ്യം ഉണ്ടാകണമെന്നില്ല. എന്നാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസിനോട് സാമ്യമുള്ളവയായിരിക്കും. ദ ഓസ്പ്രിങ്സ് ദാറ്റ് ആർ ഫോംഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലാർ ടു ദെയർ പേരൻസ് ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് ഓസ്പ്രിങ്സ് ആർ കാൾഡ് ക്ലോൺസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ക്ലോൺസ്. ഇനി all organisms have to reach a certain stage of growth and maturity in their life before they can reproduce sexually. That is, the period of growth is called juvenile phase. It is known as vegetative phase in plants. This phase is of variable duration in different organisms. The end of vegetative phase is the beginning of reproductive phase. In higher plants, reproductive stage starts when they start to producing flowers. അതായത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് എത്തുന്നതിന് മുൻപ് എല്ലാ ജീവികളും ഒരു പ്രത്യേക സമയം വരെ വളരും. ആ സമയമാണ് ജുവനൈൽ ഫേസ് എന്നും, അനിമൽസിലാണെങ്കിൽ ജുവനൈൽ ഫേസ് എന്നും, പ്ലാന്റ്സിലാണെങ്കിൽ അതിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്നും പറയും. വെജിറ്റേറ്റീവ് ഫേസ് ഓരോ പ്ലാന്റ്സിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഉദാഹരണം, ഇപ്പോൾ ഒരു മാവിൻ്റെ തൈ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, നട്ട് കഴിഞ്ഞാൽ അത് എത്ര വർഷം കൊണ്ടാണ് അതിനകത്ത് പൂവും മാങ്ങയും ഒക്കെ ഉണ്ടാകുന്നത്? ഒരുപാട് വർഷം എടുക്കും. ഒരു 5 മുതൽ 10 വർഷം വരെ ആ ഇടയ്ക്കുള്ള കാലയളവിലായിരിക്കും ഇത് പൂക്കുക. എന്നാൽ ഒരു നെൽച്ചെടിയാണെങ്കിലോ ഒരു 3 മുതൽ 6 മാസം കൊണ്ട് എല്ലാം പൂത്ത് നെല്ലെല്ലാം ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ പ്ലാന്റ്സിലും ഈ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കത്തില്ല. അതിൻ്റെ ആ ഡ്യൂറേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി ചില പ്ലാന്റ്സ് ഉണ്ട്, അതിനെ നമ്മൾ സീസണൽ പ്ലാന്റ്സ് എന്ന് വിളിക്കും. ഇപ്പോൾ മാംഗോ, ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട് ഇതെല്ലാം സീസണലാണ്. എന്താണ് സീസണൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ? വർഷം മുഴുവനും ഇതിനകത്ത് പൂവോ കായോ ഉണ്ടാവില്ല. ചില പ്രത്യേക സീസണിൽ മാത്രമാണ് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമ്മൾ സീസണൽ പ്ലാന്റ്സ് എന്ന് പറയും. ഇനി ആനുവൽസ് ആൻഡ് ബൈനിയൽസ് ഷോ എ ക്ലിയർ ഡിഫറൻഷിയേഷൻ ഇൻ വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സീനസെന്റ് ഫേസ്. ബട്ട് ഇൻ പെരനിയൽസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫറൻഷിയേറ്റ് ദീസ് ഫേസസ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ആനുവൽസ്, ബൈനിയൽസ്, പെരനിയൽസ്. What are annuals? Annuals are plants which complete their life cycle within 1 year. Example, marigold, zinnia, dahlia, etc. 1 വർഷം കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ആനുവൽസ്. ബൈനിയൽസ് which complete their life cycle within 2 years. 2 വർഷം കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ബൈനിയൽസ്. കൊളക്കേഷ്യ, അമർഫോഫാലസ്, ജിഞ്ചർ, എക്സെട്ര. ചേന, ചേമ്പ്, ഇഞ്ചി ഇതെല്ലാം ബൈനിയൽസ് ആണ്. പെരനിയൽസ് വെച്ച് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ മെനി മോർ ഇയേഴ്സ്. വർഷങ്ങളെടുക്കും, ഒരുപാട് വർഷങ്ങളെടുത്ത്, ഒരു 100 മുതൽ 250 വർഷങ്ങൾ എടുത്ത് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ പെരനിയൽസ് എന്ന് പറയുന്നത്. ആനുവൽസിനും ബൈനിയൽസിലും വളരെ വ്യക്തമായ ഒരു വെജിറ്റേറ്റീവ് ഫേസും റീപ്രൊഡക്റ്റീവ് ഫേസും ഉണ്ട്. എന്നാൽ പെരനിയൽസിൽ അത് തിരിച്ചറിയാൻ പ്രയാസമാണ്. ഇനി ചില പ്ലാന്റ്സിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്ലവറിങ് മെക്കാനിസം,
In some plants, they show an unusual flowering phenomenon like bamboo and Strobilanthes kundiana. നിങ്ങൾക്കറിയാം, മുള കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുമുണ്ട്. ഈ മുള എന്ന് പറയുന്ന സസ്യം അതിൻ്റെ ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രമാണ് പുഷ്പിക്കുന്നത്. അതായത് ഒരു 50-100 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത് പൂവിടും. ഒരേ ഒരു പ്രാവശ്യം മാത്രം പൂത്ത് കഴിഞ്ഞ് അതിനകത്ത് സീഡെല്ലാം ഉണ്ടായി സീഡ് പൊഴിഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മുളം കാടുകളും ഒരുമിച്ച് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നീലക്കുറിഞ്ഞി, സ്ട്രോബിലാന്തസ് കുന്തിയാന, അതാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. എന്താണ് നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകത? 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്നു. നമ്മുടെ മൂന്നാർ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, മൂന്നാറിൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ പ്രതിഭാസം കാണാൻ ലോകത്തെമ്പാടുമുള്ള വിദേശികൾ എത്താറുണ്ട്. കൂട്ടത്തോടെ പൂവിട്ട് നിൽക്കുന്ന കുറിഞ്ഞികൾ മൂന്നാറിൻ്റെ നിറം തന്നെ മാറ്റിമറിക്കുമെന്നാണ് പറയുന്നത്. എന്നും പച്ച പതിച്ച് നിൽക്കുന്ന മൂന്നാർ 12 വർഷത്തിലൊരിക്കൽ മെല്ലെ പർപ്പിൾ നിറത്തിലേക്ക് മാറും. ഒരു ബ്ലൂയിഷ് വയലറ്റ് കളറാണ്. അപ്പോൾ ഇങ്ങനെ സവിശേഷതയുള്ള പല സസ്യങ്ങളും ഉണ്ട്. അതിൽ 1-2 മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നു. ഇനി അനിമൽസിലാണെങ്കിൽ ജുവനൈൽ ഫേസ് കഴിഞ്ഞാൽ, ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് ആ വെജിറ്റേറ്റീവായിട്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ പൂവിടുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയമാണ് വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസാണ്. സസ്യങ്ങളിലാണെങ്കിൽ പൂവുണ്ടാകും, അല്ലെങ്കിൽ ബഡ്സ് ഫോം ചെയ്യും, മൊട്ടുണ്ടാവും. എന്നാൽ അനിമൽസിലാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ചില വ്യത്യാസങ്ങൾ, അതായത് ശാരീരികമായും മാനസികമായും ചില വ്യത്യാസങ്ങൾ നടക്കും. In animals, the juvenile phase is followed by morphological and physiological changes prior to active reproductive behavior. The reproductive phase is also of variable duration in different organisms. ഇവിടെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഇനി പക്ഷികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ പക്ഷികളെന്ന് പറയുന്നത്, നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന പക്ഷികളെന്ന് പറയുന്നത് സീസണലാണ്. അവർ സീസണൽ ബ്രീഡേഴ്സാണ്. In birds living in nature, reproductive phase is seasonal. That is, they lay eggs only seasonally. ചില പ്രത്യേക സീസണിൽ മാത്രമാണ് അവ മുട്ടയിടുന്നത്. എന്നാൽ പൗൾട്രി ഫാമിലൊക്കെ നമ്മൾ കോഴികളെ മുട്ടയ്ക്കായിട്ട് വളർത്തുന്നുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് മുട്ട ലഭിക്കാറുമുണ്ട്. സീസണലായിട്ടാണോ കോഴികൾ അല്ലെങ്കിൽ കാട, താറാവ് ഇതൊക്കെ മുട്ടയിടുന്നത്? അല്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് ഹോർമോണുകൾ കുത്തിവെച്ചിട്ട് മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ പക്ഷികൾ കൂടുതലും എന്താണ്, സീസണൽ ബ്രീഡേഴ്സാണ്. ഇനി അനിമൽസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് സസ്യങ്ങളിലാണെങ്കിൽ പൂവുണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സ്റ്റേജ് വെജിറ്റേറ്റീവ് ഫേസ്, അത് കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇനി അനിമൽസിൽ ഇൻ ദ ഫീമെയിൽസ് ഓഫ് പ്ലാസെൻ്റൽ മാമൽസ് cyclical changes takes place in the activities of ovaries and other accessory ducts during reproductive phase. These cyclical changes are called estrous cycle in non-primate mammals and menstrual cycle in primate mammals. അതായത് മാമൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, നോൺ പ്രൈമേറ്റ്സ് എന്നും പ്രൈമേറ്റ്സ് എന്നും. ഇനി നോൺ പ്രൈമേറ്റിലാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചില സൈക്ലിക്കൽ ചേഞ്ചസ് അവരുടെ ശരീരത്തിൽ നടക്കും. ഓവറീസിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഡക്സിലും ചില സൈക്ലിക്കൽ ചേഞ്ചസ് നടക്കും. ആ സൈക്ലിക്കൽ ചേഞ്ചസിൽ നോൺ പ്രൈമേറ്റ്സിലാണെങ്കിൽ അതിനെ ഈസ്ട്രസ് സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. ദ സൈക്ലിക്കൽ ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ നോൺ പ്രൈമേറ്റ്സ് ആർ കാൾഡ് ഈസ്ട്രസ് സൈക്കിൾ ആൻഡ് മെനിസ്ട്രൽ സൈക്കിൾ ഇൻ പ്രൈമേറ്റ്സ്. അത് പ്രൈമേറ്റ്സിലാണെങ്കിൽ അതിനെ മെനിസ്ട്രൽ സൈക്കിൾ എന്ന് പറയും. നോൺ പ്രൈമേറ്റ്സ് എന്ന് പറയുമ്പോൾ കൗ, ഷീപ്പ്, റാറ്റ്, ഡിയർ, ഇങ്ങനെ ആ
ഇതിൽ വരുന്ന ജീവികളാണ് നോൺ പ്രൈമേറ്റുകൾ. ഇനി പ്രൈമേറ്റ് എന്ന് പറയുമ്പോൾ ഏപ്സ്, മങ്കി, ഹ്യൂമൻ ബീയിങ്സ് എക്സെട്ര അവരെല്ലാം വരുന്നത് പ്രൈമേറ്റ്സ്. Many mammals show these cyclical changes only during favorable conditions of their reproductive phase, called seasonal breeders, and the other mammals are reproductively active throughout their reproductive phase, called continuous breeders. ഇനി ചില ജീവികൾ ഒരു പ്രത്യേക സീസണിൽ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ചില ജീവികൾ അവയുടെ റീപ്രൊഡക്റ്റീവ് ഫേസ് തീരുന്നത് വരെ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ജീവികളെ നമ്മൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സീസണിൽ മാത്രം, അതായത് ചില പ്രത്യേക സീസണിൽ മാത്രം റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവുന്ന ജീവികളെ സീസണൽ ബ്രീഡേഴ്സ് എന്നും, എന്നാൽ ചില ജീവികൾ അവയുടെ റീപ്രൊഡക്റ്റീവ് ഫേസ് തീരുന്നത് വരെ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ജീവികളെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്നും വിളിക്കും. The end of reproductive phase can be considered as senescence or old age. In the last phase of lifespan, some changes like slowing of metabolism etc. will occur. റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ അവസാനം ഓൾഡ് ഏജ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾഡ് ഏജ് അല്ലെങ്കിൽ സീനസൻസ് ഫേസ് എന്ന് പറയും. ഓൾഡ് ഏജിൽ എത്തിക്കഴിയുമ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ റേറ്റൊക്കെ കുറയും. അതൊക്കെ നിങ്ങൾ ഓൾഡ് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ മുന്നുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഹോർമോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇൻ്റർചേഞ്ച് ഓഫ് ദീസ് 3 periods or phases. Interaction between hormones and some environmental factor will regulate the reproductive process. അപ്പോൾ എല്ലാ ജീവികളിലും ഈ റീപ്രൊഡക്റ്റീവ് ഫേസ്, അതുപോലെ വെജിറ്റേറ്റീവ് ഫേസ്, സീനസെൻറ്റ് ഫേസ്, ഈ 3 ഫേസസും നടക്കാൻ സഹായിക്കുന്നത് ഹോർമോണുകളാണ്. നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അതുപോലെ ഹോർമോൺസുമാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാ ജീവികളിലും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സീക്വൻഷ്യൽ ഇവൻറ്റ്സ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു 3 ഡിസ്റ്റിങ്ക്ട് സ്റ്റേജസ്, നെയിംലി പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സ്റ്റേജുകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1 പ്രീ ഫെർട്ടിലൈസേഷൻ, 2 ഫെർട്ടിലൈസേഷൻ, 3 പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. അതിൽ ആദ്യത്തത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. These include all the events sexual reproduction prior to the fusion of gametes. The 2 main pre-fertilization events are gametogenesis and gamete transfer. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷനിൽ വരുന്നത്, അതായത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് ഇൻക്ലൂഡ് all the events of sexual reproduction prior to the fusion of gametes. ഗ്യാമേറ്റിൻ്റെ ഫ്യൂഷന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ വരുന്നത്. അതിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ്. The 2 main points in pre-fertilization events are gametogenesis and gamete transfer. Gametogenesis and gamete transfer. First one is gametogenesis. Gametogenesis refers to the process of formation of the 2 types of gametes, that is male and female. In some algae, 2 gametes are similar, so these are called isogametes or homogametes. Most of the organisms produce 2 morphologically different gametes, so these are called heterogametes. Male gametes are called sperm or anthrozoids, and female gametes are called egg or ova. ഇനി ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഗാമേറ്റിൻ്റെ ഫോമേഷൻ, അതായത് മെയിലും ഫീമെയിലും ഗാമേറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഗാമറ്റോജെനസിസ്.
നമ്മൾ ആൽഗയൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. മിക്കവാറും ആൽഗകളിലൊക്കെ ഉണ്ടാകുന്ന ഗ്യാമേറ്റുകളെന്ന് പറയുന്നത് നമുക്ക് ഷേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ സൈസ് വെച്ചിട്ടോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഐഡൻറ്റിക്കൽ ഗ്യാമേറ്റ്സ് ആയിരിക്കും. അത്തരത്തിലുള്ള ഗ്യാമേറ്റിനെ നമ്മൾ ഐസോ ഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ ഹോമോ ഗ്യാമേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ മിക്കവാറും ഓർഗാനിസങ്ങളിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ഗ്യാമേറ്റുകൾ തന്നെയാണ്. മെയിൽ ഗ്യാമേറ്റിനെ സ്പേം അല്ലെങ്കിൽ ആന്ത്രോസോയിഡ് എന്നും ഫീമെയിൽ ഗ്യാമേറ്റിനെ എഗ് അല്ലെങ്കിൽ ഓവം എന്നും വിളിക്കും. ഇനി സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ്. Sexual reproduction in organisms generally involves the fusion of gametes from two different individuals. But this is not always true. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന എന്താണ്, രണ്ട് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിൽ നിന്നുണ്ടാകുന്ന ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള റീപ്രൊഡക്ഷനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്നാൽ എപ്പോഴും ഇത് ശരിയാകണമെന്നില്ല. In several fungi and plants, terms such as homothallic and monoecious are used to denote the bisexual condition, and heterothallic and dioecious are the terms used to describe unisexual condition. ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. മൊണേഷ്യസ്, ഡയോഷ്യസ്, യൂണിസെക്ഷൽ, ബൈസെക്ഷൽ അല്ലേ, ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മിക്കവാറും മിക്കവാറുമുള്ള എല്ലാ ഫംഗസുകളിലും മൊണേഷ്യസ് കണ്ടീഷനാണ്. മൊണേഷ്യസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഹോമോതാലിക്, അതായത് ഒറ്റ താലസിൽ തന്നെയാണ് അവിടെ മെയിലും ഫീമെയിലും ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള താലസുകളിലാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ ഹെറ്ററോതാലിക് അല്ലെങ്കിൽ ഡയോഷ്യസ് കണ്ടീഷൻ എന്ന് പറയും. ഇനി ബൈസെക്ഷലും യൂണിസെക്ഷലും. എന്താണ് ബൈസെക്ഷൽ, എന്താണ് യൂണിസെക്ഷൽ? Some plants possess both the male and female reproductive structure in same flower. It is called bisexual condition. Unisexual ആണെങ്കിലോ, in some plants flower consists of only one sex organ. അതിന് യൂണിസെക്ഷൽ എന്ന് പറയും. ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ യൂണിസെക്ഷൽ ഫ്ലവർ വിത്ത് സ്റ്റേമൻ is called staminate flower or male flower, and the flower with the pistil is called pistillate flower or female flower. Presence of staminate or pistillate flower on the same flowering plant is called monoecious plants. Example, Cucurbitaceae family. Cucurbitaceae family എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളരി, പാവൽ, പടവൽ ഇതെല്ലാം വരുന്ന ഫാമിലി. അതുപോലെ തെങ്ങ്, ഇതെല്ലാം മൊണീഷ്യസ് കണ്ടീഷനാണ്. ഇനി ഡയോഷ്യസ് ഉണ്ട്. സെപ്പറേറ്റ് പ്ലാന്റ്സിൽ മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് സെപ്പറേറ്റ് പ്ലാന്റ്സിലാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡയോഷ്യസ് കണ്ടീഷൻ എന്ന് പറയും. പപ്പായ, ഡേറ്റ് പാം ഒക്കെ ഡയോഷ്യസ് ആണ്. ഇനി അനിമൽസിലും ഉണ്ട് ബൈസെക്ഷൽ കണ്ടീഷന്, യൂണിസെക്ഷൽ. ബൈസെക്ഷലിനെ നമ്മൾ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയും. നിങ്ങൾ സുവോളജിയിലൊക്കെ പഠിച്ചാണ് ഹെർമാഫ്രോഡൈറ്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോമേഷൻ. സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോമേഷൻ അതുകൂടെ പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ ഇത് തീരും. ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാമറ്റോജെനിസിസ് തീരും. പിന്നെ ഗ്യാമറ്റോജെനിസിസ് കഴിഞ്ഞ് അടുത്തത് ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ സെൽ ഡിവിഷനും കൂടെ പറയുമ്പോഴേ ഗ്യാമറ്റോജെനിസിസ് തീരുള്ളൂ. അപ്പോൾ സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോമേഷൻ. Gametes in all heterogametic species are of two types, namely male and female. നമുക്കറിയാം എല്ലാ ഹെറ്ററോഗാമെറ്റിക് സ്പീഷീസിലും രണ്ട് തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്, മെയിൽ ആൻഡ് ഫീമെയിൽ. ഗ്യാമേറ്റ്സ് ആർ ഹാപ്ലോയിഡ് ദോ ദ പേരന്റ് ബോഡി ഫ്രം വിച്ച് ദേ എറൈസ് മേ ബി എയ്തർ ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്. ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. A haploid parent produce gametes by mitotic division. ഇനി പേരൻ്റ് ബോഡി ഹാപ്ലോയിഡ് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമേറ്റ്സും ഹാപ്ലോയിഡ് തന്നെ ആയിരിക്കും. എങ്ങനെ? ബൈ മൈറ്റോസിസ്. ഇനി പേരൻ്റൽ ബോഡി ഡിപ്ലോയിഡ് ആണെങ്കിലോ, എ ഡിപ്ലോയിഡ് ഓർഗാനിസം പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ബൈ മിയോസിസ്. എ ഹാപ്ലോയിഡ് പേരൻ്റ് പ്രൊഡ്യൂസ് ഗാമേറ്റ്സ് ബൈ മൈറ്റോസിസ്. Then a diploid organism produce haploid gametes by meiosis. Gametes എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കണം.
Several organisms belongs to Monera, fungi, algae and bryophytes have haploid plant body. Budding organisms belongs to pteridophyte, gymnosperms, angiosperms and most of the animals including human beings. The parental body is diploid. അപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള അതായത് ഡ്രഡോഫൈറ്റിലും ജിംനോസ്പോംസിലും ആൻജിയോസ്പോംസിലും ഹ്യൂമൻ ബീയിങ്സിലും ഒക്കെ പേരൻ്റൽ ബോഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കാൾഡ് മിയോസൈറ്റ്സ്. ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കാൾഡ് മിയോസൈറ്റ്സ് ഓർ ഗാമേറ്റ് മദർ സെൽ undergo meiosis. At the end of meiosis, only one set of chromosomes get incorporated into each gamete. During meiosis, the two sets of chromosomes get separated and one set is present in one gamete. So, the gametes are haploid. അപ്പോൾ ഡിപ്ലോയിഡ് ഓർഗാനിസങ്ങളിൽ ചില പ്രത്യേക തരത്തിലുള്ള കോശങ്ങൾ, അതിനെ നമ്മൾ മിയോസൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. മിയോസൈറ്റ്സ് അല്ലെങ്കിൽ ഗ്യാമേറ്റ് മദർ സെൽ. ഈ മിയോസൈറ്റ്സ് ആണ് എന്തിന് വിധേയമാകുന്നത്? റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസിന് വിധേയമാകുന്നത്. മിയോസിസിന് വിധേയമായിട്ട് 2 സെറ്റ് ക്രോമസോമുകൾ ഫോം ചെയ്യും. അതിൽ ഒരു സെറ്റ് മാത്രമാണ് ഇവിടെ കാണപ്പെടുന്നത്, ഗ്യാമേറ്റിൽ കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തേക്കാം. ആ ടേബിളിൽ നോക്കിയിട്ട് ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ്സ് ആൻഡ് ഗ്യാമേറ്റ്സ് ഓഫ് സം ഓർഗാനിസംസ്. ചില ജീവികളിലെ ക്രോമസോം നമ്പർ, അതായത് മിയോസൈറ്റിലുള്ള ക്രോമസോം നമ്പറും ഗ്യാമേറ്റ്സിലുള്ള ക്രോമസോം നമ്പറും കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അവർ തമ്മിലുള്ള, അതായത് ഈ മിയോസൈറ്റിലെ ക്രോമസോം നമ്പറും ഗ്യാമേറ്റ്സിലെ ക്രോമസോം നമ്പറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ആണ്. ഇതിൽ എവിടെയെങ്കിലും സംശയം, ക്ലാസ് കേട്ടിട്ട് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. എവിടെ ആയാലും ചോദിക്കാം, കുഴപ്പമില്ല. സംശയം ചോദിച്ച് അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ.